We turn to the 18th chapter of Joshua. യോശുവയുടെ പുസ്തകം 18-ാം അധ്യായം The 3rd verse. 3-ാം വാക്യം വായിക്കാം. And Joshua said unto the children of Israel, How long are ye slack to go to possess the land which the Lord God of your fathers hath given you? യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കുവാൻ പോകുന്നതിന് നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കുന്നു. Now the Lord has given them the promise. കർത്താവ് അവർക്ക് വാഗ്ദത്തം നൽകിയിരിക്കുന്നു. They are already in Canaan. അവർ കനാനിൽ പ്രവേശിച്ചിരിക്കുന്നു. They are no longer in the wilderness. ഇനിമേൽ അവർ മരുഭൂമിയിലല്ല. They had fought many collective enemies. അനേക സാമൂഹ്യമായ ശത്രുക്കളോട് അവർ പോരാടേണ്ടിയിരിക്കുന്നു. Now they have finished all that. അതെല്ലാം യുദ്ധം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. The land is resting from war. ദേശത്തിന് വിശ്രാമം ലഭിച്ചിരിക്കുന്നു. Nevertheless, എന്നാൽ they had not gone and possessed their possessions. തങ്ങളുടെ വാസസ്ഥലങ്ങളിലെ അവർ പോയി കൈവശമാക്കിയിട്ടില്ല. അവകാശങ്ങളിലെ അവർ കൈവശമാക്കിയിട്ടില്ല. They were in the land of promise, but they had not possessed their promise. അവർ വാഗ്ദത്ത ദേശത്തായിരുന്നു എന്ന് വരികയും അതുകളിൽ കൈവശപ്പെടുത്തിയിരുന്നില്ല. And they were slack about it. അതിനെക്കുറിച്ച് അവർ മടിയുള്ളവരായിരുന്നു. Because they have been tired, as it were. കാരണം അവർ ആയിരുന്ന നിലയിൽ ക്ഷീണിച്ചവരായിരുന്നു. They thought that they have achieved a great thing. ഒരു വലിയ കാര്യം സാധിച്ചു കഴിഞ്ഞു എന്നവർ വിചാരിച്ചു. There are many people who, after receiving the Holy Spirit, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിന് ശേഷം they are relaxing. അനേകർ വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. They have become passive, inactive. പ്രവൃത്തിരഹിതമായി അലസരായി ആകുന്നു കഴിഞ്ഞുകൂടുന്നത്. They are, you should say in English, neither fish nor fowl, neither here nor there. They are not, or as the Bible calls them, lukewarm. അവിടെയുമല്ല ഇവിടെയുമല്ല എന്നുള്ളതായ, അല്ലെങ്കിൽ വചനത്തിൽ പറയുന്നത് പോലെ ശീതോഷ്ണ നിലയിലായിരുന്നു. They are not out and out backsliders. അവർ വെറും പിന്മാറ്റക്കാരല്ല. No, they are going ahead by leaps and bounds. അല്ലെങ്കിൽ ജീവിതത്തിൽ മുന്നേറി കടന്നു പോകുന്നതായ അനുഭവം അവർക്കില്ല. They are just trying to be a kind of neutralist. They call it coexistence. രണ്ടിനും മധ്യയിൽ കാലങ്ങൾ കടത്തുന്ന ഒരു വിധത്തിലുള്ള ജനങ്ങളെ പോലെയാണ് അവർ കാണപ്പെടുന്നത്. They just believe in allowing the devil to live, the enemy to live in Canaan, and also we'll also live. Both give them coexistence. ഒരു വിധത്തിലുള്ള സഹവർത്തിപ്പാണ് തങ്ങളുടെ ജീവിതത്തിൽ അവർ കാണിക്കുന്നത്. കനാനിൽ തങ്ങളെയും തങ്ങളോടുകൂടെ പിശാചിനെയും അനുഭവിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടാമെന്ന് ചിന്തിക്കുന്നില്ല. Tolerant attitude. Tolerate. എല്ലാവരെയും സഹിച്ചുകൊണ്ട് പോകുന്ന ഒരു നില. What to do with the weakness? എന്ത് ചെയ്യാനാണ് അതിൽ ബലഹീനമാകുന്നു? Tolerate our temper. അതുമെല്ലാം നമ്മൾ സഹിക്കേണ്ടിയിരിക്കുന്നു. Tolerate your temper, your impatience. നിങ്ങളുടെ ക്ഷമയില്ലായ്മയെ സഹിക്കേണ്ടിയിരിക്കുന്നു. Tolerate it, love it. You are human, you are not divine. നീ മനുഷ്യനാണ്, ദൈവമല്ല. അതുകൊണ്ട് ഇതുകളെല്ലാം സഹിക്കേണ്ടിയിരിക്കുന്നു. It's not a question of tolerating other man's temper. You allow your temper to get on in life, and you almost dominate the home by your temper. മറ്റുള്ളവരുടെ കോപത്തെ കുറിച്ചല്ല, നിങ്ങളുടെ കോപത്തെ തന്നെ നിങ്ങൾ സാരമില്ല എന്ന് പറഞ്ഞ് അതിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. Yes. What to do? I'm too old now, you say. I'm old, too old. ഞാൻ വളരെ വയസ്സായി പോയി. I'm sick now. ഞാൻ രോഗിയായി So തീർന്നിരിക്കുന്നു. you can't expect me to be perfect. അതുകൊണ്ട് എന്നെ അത്ര പൂർണ്ണമായിരിക്കാൻ പ്രതീക്ഷിക്കാവുന്നതല്ല. Oh, let go. Never mind. സാരമില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. And what happens? എന്താണ് സംഭവിക്കുന്നത്? Gradually, this devil encroaches on you. ക്രമേണയായി And you begin to lose complete possession of yourself. ക്രമേണയായി ഈ ശത്രു, ഈ പിശാച് മുഴുവനായി നമ്മെ കീഴ്പ്പെടുത്തി കളയുന്നു. And you lose finally even your free plan. നിങ്ങളുടെ അവകാശത്തെ, നിങ്ങളുടെ ആദ്യ നിലയെ നഷ്ടപ്പെടുത്തി കളയും. Till the Holy Spirit just becomes a figurehead, completely powerless, dominates your life. നിങ്ങളുടെ ജീവിതത്തെ മുഴുവനായി ഭരിപ്പാൻ പരിശുദ്ധാത്മാവിന് കഴിയാത്ത അവസ്ഥയിലായിത്തീരും.
And then you also think that you are going to go for the coming of the Lord with all that. ഇതൊക്കെ വച്ചുകൊണ്ട് കർത്താവ് വരുമ്പോഴും പോകാമെന്നാണ് വിചാരിക്കുക. Dear friends, what is wrong with you? നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? What did Joshua say? യോശുവ എന്താണ് പറയുന്നത്? The big wars are over. വലിയ യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞു. You are now in the land of Canaan. ഇപ്പോൾ കനാൻ വന്നിരിക്കുകയാണ്. God has promised you the land, the Amalekites and all the other nations. അമാലേക്കരുടെയും മറ്റനേകരുടെയും രാജ്യങ്ങൾ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. But what are you doing? നീ എന്താണ് ചെയ്യുക? You are not possessing it. നീയോ അതിനെ അവകാശപ്പെടുത്തുന്നില്ല. Now these possessions are personal and individual possessions. ഈ അവകാശപ്പെടുത്തൽ എന്ന് പറയുന്നത് ആളത്തുമായി തങ്ങൾ തന്നെ അവകാശപ്പെടുത്തേണ്ട കാര്യമാണ്. It's a possession in your family. നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി you have to possess something that has to be overcome in your family. നിങ്ങളുടെ കുടുംബപരമായ നിങ്ങൾ അധിവസിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ അവകാശപ്പെടുത്തേണ്ടിയിരിക്കുന്നു. You've got to possess it in your office. നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ അവകാശപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ അവകാശപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട്. നിങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ അവകാശപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട്. അവിടെയാകുന്നു നിങ്ങൾ അവകാശങ്ങൾ എടുക്കേണ്ടത്. അവിടെ ശത്രുവിന് ഒരു സ്ഥാനം കൊടുക്കരുത്. Today many are all dressed in white, a set of angels and saints here. ഇന്ന് നാം എല്ലാവരും നല്ല വെള്ളവസ്ത്രം ധരിച്ച് ദൈവദൂതന്മാരെ പോലെ ഇരിക്കുകയാണ്. But dear friends, it's good to be real saints and angels here. ഇവിടെ ദൈവദൂതന്മാരെ പോലെയൊക്കെ ഇരിക്കുന്ന വളരെ നല്ലതാണ്, വിശുദ്ധന്മാരെ പോലെ. You should go to the home and see the saint that is in church. സഭയിൽ വിശുദ്ധനായി കാണപ്പെട്ടവനെ വീട്ടിൽ ചെന്ന് നോക്കണം, അറിയണമെങ്കിൽ. You should ask the wives to see what the husband is. ഭർത്താവിനെ പറ്റി അറിയണമെങ്കിൽ ഭാര്യയോടെ ചോദിച്ചു നോക്കണം. There she is a real tyrant. അവിടെ അവൻ ഒരു ക്രൂരനായി കാണപ്പെടുന്നു. In school you are a very good mistress. സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ നല്ല ആശാട്ടിയാണ്. Yes. You are able to manage all your children. കുട്ടികളെയൊക്കെ ശരിയായി നിയന്ത്രിച്ച് നടത്തും. But you can't manage your daughter at home. എന്നാ വീട്ടിൽ വന്ന ആ മകളെ നിയന്ത്രിക്കാൻ കഴിവില്ല. You can manage 1,000 workmen in your workshop. വേലസ്ഥലത്ത് പോയാൽ 1000 വേലക്കാരെ നിയന്ത്രിക്കും. But you cannot manage your wife at home. വീട്ടിൽ വന്ന ഭാര്യ നടത്താൻ കഴിവില്ല. Dear friends, why? What is the reason? പ്രിയമുള്ളവരെ, എന്താണ് സംഭവിച്ചത്? You have not possessed your possessions right in the home or workshop. നിന്റെ അവകാശങ്ങളെ വീട്ടിൽ വെച്ച് നീ അവകാശപ്പെടുത്തിയിട്ടില്ല. Now we find that there was one man who believed in possessing his possessions. തന്റെ അവകാശങ്ങളെ മുഴുവനും പിടിച്ചെടുക്കണമെന്ന് വിചാരിച്ച ഒരു മനുഷ്യനുണ്ട്. Who was he? അവന്റെ പേരാണ് Caleb. കാലേബ് എന്നാണ് അവന്റെ പേര്. Now he was an old man. അവൻ വാർദ്ധക്യം ചെന്നിരുന്നു. But one good thing about him was, അവനെ പറ്റി ഒരു നല്ല കാര്യം ഉണ്ടായിരുന്നു. when others thought of retirement and pension, he thought of fighting and advancement. മറ്റുള്ളവരെല്ലാം ഇപ്പൊ വയസ്സായി പോയി റിട്ടയർ ചെയ്യണം, പെൻഷൻ വേണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഇദ്ദേഹം പറയുകയാണ്, ഞാൻ മുന്നണിയിൽ പോയി നിധി ചെയ്യാൻ പോകണം. When others were thinking, I must seek safety, he was seeking for danger. മറ്റുള്ളവര് ഞാൻ എങ്ങനെയെങ്കിലും സുരക്ഷിത നേടിക്കൊള്ളണമെന്ന് വിചാരിക്കുമ്പോൾ ഇയാൾ പറയുകയാണ്, ഞാൻ ഏത് അപകടത്തിനും ഒരുക്കമാണെന്ന്. When the others seek easy places, he seeks the mountain. മറ്റുള്ളവരെല്ലാം ലഘുവായ സുഖകരമായ സൗകര്യങ്ങളെ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം എന്ത് പറയുന്നു, ഞാൻ മലയിൽ പോയി വസിക്കുമെന്ന്. And dear friends, we find that he made it a reality. He must just not talk in his case. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ വെറുതെ പറയുക മാത്രമല്ല ചെയ്തത്, അവന്റെ ജീവിതത്തിൽ ഇത് പ്രായോഗികമാക്കി തീർക്കുകയും ചെയ്തു. So that we read that he conquered the Anakims. That is 15th chapter of Joshua. 15ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കും. 13ാം വാക്യം, 14ാം വാക്യം. യഹോവയോട് കൽപ്പിച്ചതുപോലെ അവൻ യെഫുന്നെയുടെ മകനായ കാലേബിനെ യെഹൂദാ മക്കളുടെ ഇടയിൽ ഓഹരിയായിട്ട് അനാക്കിന്റെ അപ്പനായ അർബയുടെ പട്ടണമായ ഹെബ്രോൻ കൊടുത്തു. അവിടെ നിന്ന് കാലേബും അനാക്കിന്റെ പുത്രന്മാരായ ശേഷായി, അഹീമാൻ, സൽമായി എന്നീ 3 അനാക്കിനെ നീക്കിക്കളഞ്ഞു. അവിടെ നിന്ന് അവൻ. Now we find here that he drove out the sons of Anak. അനാക്യരുടെ പുത്രന്മാരെ ആ സ്ഥലത്ത് നിന്ന് നീക്കി സ്ഥലത്തെ അവൻ അവകാശപ്പെടുത്തി സ്വന്തമാക്കി തീർത്തെന്ന് നാം വായിക്കുന്നു. Now there are 3 important sons there. അവിടെ Ahima,
and Talmai. അനാക്കിന് 3 പുത്രന്മാരുണ്ടായിരുന്നു. ശെശായി, അഹിമാൻ, തൽമായി എന്നിങ്ങനെ 3 പുത്രന്മാർ. These three, we have no time to talk on those things, but they denote 3 important qualities. ഈ 3 മക്കളെന്ന് പറയുന്നത് മനുഷ്യനിൽ അധിവസിക്കുന്ന 3 സ്വഭാവവിശേഷതകളെ കാണിക്കുന്നു. Now the important thing is, we have got these troubles at home. ഏറ്റവും പ്രധാനമായ കാര്യം, ഈ കാര്യങ്ങൾ ഇങ്ങനെയുള്ള പരീക്ഷകളെല്ലാം നമുക്ക് ഭവനത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. Now the word Sheshai means white. ശെശായി എന്ന് പറഞ്ഞാൽ White. ശെശായി എന്ന് പറഞ്ഞാൽ വെള്ള വസ്ത്രം ധരിച്ചവൻ എന്നർത്ഥം. It really means a kind of sanctity. അതിന്റെ അർത്ഥം വാസ്തവത്തിൽ ഒരു വിധത്തിലുള്ള വിശുദ്ധീകരണം. St. Paul warns the Corinthian church of the devil coming as an angel of light. പരിശുദ്ധ പൗലോസ് കൊരിന്ത്യൻ സഭയ്ക്ക് എഴുതുമ്പോൾ പിശാച് വെളിച്ചതൂതന്റെ വേഷത്തിൽ വരുന്നു എന്ന് പറയുന്നു. I think it's 2 Corinthians 11:14. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. അത് ആശ്ചര്യവുമല്ല, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. So that is, it has got a kind of holiness, അതിന് ഒരു വിശുദ്ധിയുടെ ഭാവമുണ്ട്, വേഷമുണ്ട്, a kind of sacrificial life. ഒരു ത്യാഗപരമായ ജീവിതം. As St. Paul says in Colossians, they tell you, don't touch this, don't eat that, don't do that, and a kind of voluntary humility also. കൊലോസ്യരോട് പൗലോസ് പറയുന്ന പ്രകാരം അത് തുടരുത്, ഇത് തുടരുത്, ഇത് എടുക്കരുത്, പിടിക്കരുത് എന്നിങ്ങനെയുള്ള തങ്ങളെ തന്നെ സ്വയമായി താഴ്ത്തുന്ന ഒരവസ്ഥ. Neglecting of the body. ശരീരത്തെ തന്നെ ഉപേക്ഷിച്ചിട്ട്. All those looks really sacrificial. ഇതെല്ലാം കണ്ടാൽ ശരിയായ ത്യാഗിയാണെന്ന് തോന്നും. And you are inflated with pride over your sacrifice. അതേ സമയത്ത് നീ കഴിക്കുന്ന ഈ യാഗങ്ങളിലും ത്യാഗങ്ങളിലും എല്ലാം നിനക്കൊരു പ്രശംസയുമുണ്ട്. And the devil gets hold of you. പിശാച് അത് കയറി പിടിക്കും. He blesses the world by your outward appearance and by your sacrificial life. ഇങ്ങനെയുള്ള Self-denial. സ്വയമായി ചെയ്യുന്ന ത്യാഗ ജീവിതത്തിൽ നിന്നും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെയും പിശാച് പിടിച്ച് തനിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുക. And then he leads you to damnation. അങ്ങനെ നിങ്ങളെ നാശത്തിലേക്ക് വഴി And നടത്തിക്കളയും. give you also false visions and false prophecies. അങ്ങനെയുള്ള മനുഷ്യർക്ക് ചിലപ്പോൾ കള്ളമായ ഭോഷ്കായ ദർശനങ്ങളും വെളിപ്പാടുകളും പ്രവചനങ്ങളും ഒക്കെ It's all ഉണ്ടായിരുന്നു. because you don't hold to the body. The ഇതിനെല്ലാം church, കാരണം എന്താകുമെന്ന് അറിയാമോ? നിങ്ങൾ തലയെ മുറുകെ പിടിക്കാത്തത് കൊണ്ടാണ്. the body is the bride, the church of Christ. അല്ലെങ്കിൽ ശരീരത്തെ പിടിച്ചുകൊള്ളാതിരിക്കുന്നുണ്ട്, ദൈവത്തിന്റെ സഭയോട് ഐക്യമായിരിക്കാതിരിക്കുന്നുണ്ട്. With the result, you go through these offshoots. അങ്ങനെ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ അവിടെ ഇവിടെ ഇങ്ങനെ വേറെ മുള കിളിക്കുന്നത് പോലെ ആയി വരും. And you are taken away from the body. നിങ്ങൾ ശരീരത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകും. We have no time to be reading the verses. So the second thing is called Sheshai. രണ്ടാമത്തെ ആളിന്റെ പേര് We read ശെശായി. We read Sheshai. Now it's Ahiman. അഹിമാൻ എന്ന രണ്ടാമത്തെ പേര്. That reveals, it really means getting something as a gift. അഹിമാൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് ഒരു ദാനമായി ഒരു ബിരുദായി വാങ്ങിക്കുക. Yes. The devil offers the gift, the world as a gift to you. ലോകത്തെ നിങ്ങൾക്ക് ചിലപ്പോൾ പിശാച് ദാനമായി തന്നേക്കാം. It offered it to the Christ himself. കർത്താവിനെ അവൻ അങ്ങനെ വാഗ്ദത്തം He ചെയ്തു. said, all this will I give you. ഇതെല്ലാം ഞാൻ നിനക്ക് തരാവുന്നു. Look at his glory. ഈ തേജസ്സെല്ലാം നോക്കുക. All this is yours. ഇതെല്ലാം നിന്റേതായി തീരും. Very simple. അത് ലഘുവായി കിട്ടുന്നു. Just worship me and നീ everything എന്നെ is ഒന്ന് yours. കുമ്പിട്ടാൽ മതിയാകുമ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു. So the devil tries to make an idol of this world to us അങ്ങനെ ഈ ലോകത്തെ നമുക്ക് ഒരു വിഗ്രഹമാക്കി തീർത്തുകളയും. and tells us to worship that idol. ഈ വിഗ്രഹത്തെ ആരാധിക്കുക എന്ന് പറയും. And many people, they are willing to sacrifice their principles for the sake of this world. ഈ ലോകത്തെ തങ്ങൾ സ്വന്തമാക്കിക്കൊള്ളുന്നതിന് വേണ്ടി അനേക തങ്ങളുടെ പ്രമാണങ്ങളെല്ലാം ലംഘിക്കുന്നവരാണ്. They feel like taking a little bribes there and here. അവിടെയോ ഇവിടെയോ ചിലപ്പോൾ കൂലി വാങ്ങിച്ചെന്ന് വന്നേക്കാം. Or they feel like being dishonest in certain things. അല്ലെങ്കിൽ ചില പ്രവർത്തനങ്ങളിൽ അവിശ്വസത കാണിച്ചെന്ന് വന്നേക്കാം. They feel like being crooks when they carry a trade and they say business is business, religion is religion. അവര് തങ്ങളുടെ വേറെ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് അവിടെ വളഞ്ഞ വഴികളെല്ലാം ഉപയോഗിക്കും. അത് ബിസിനസിന് അതേ സാധിക്കത്തുള്ളൂ,
മാർഗം അതങ്ങനെ കിടക്കും എന്നിങ്ങനെ പറയുകയും ചെയ്യും. So they have one standard for the church, another standard for their business. ആകയാൽ സഭയിൽ വരുമ്പോൾ അവർക്ക് ഒരു നിലയും വെളിയിൽ പോകുമ്പോൾ അവർക്ക് ബിസിനസ് ചെയ്യുമ്പോൾ വേറൊരു അവസ്ഥയുമായിരിക്കും. But God sees all that. ദൈവം ഇതെല്ലാം So നോക്കിക്കൊണ്ടിരിക്കുകയാണ്. the devil comes through those things too. ഈ കാര്യങ്ങൾ കൂടെയെല്ലാം പിശാച് ഉൾപ്രവേശിക്കും. And the last part of it is അതിന്റെ അവസാന ഭാഗമായി is called the Pharaoh. That is മൂന്നാമത്തെ ആള് തൽമായി. Pharaoh. That is when you plow, you find ചാല്. that is, it's a symbol of worry and care. നമ്മുടെ നെറ്റി ചുളുങ്ങുമല്ലോ, തോൽ ചുളുങ്ങുമല്ലോ, അല്ലെങ്കിൽ ഉഴുമ്പോൾ അതിന് ചാലുകൾ ഉണ്ടാകുമല്ലോ, അതുപോലെ ഉണ്ടാകുക, അല്ലെങ്കിൽ ഭാരപ്പെടുക എന്നർത്ഥം. We turn to Luke 21:25. ലൂക്കോസിന് സുവിശേഷം 21:34. 21-ാം അധ്യായം 34-ാം വാക്യം. Take heed to yourself. അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലും വരാതിരിപ്പാൻ സൂക്ഷിച്ചോൾവീൻ. So we are told here the cares of this life. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനങ്ങളാലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിക്കാൻ സൂക്ഷിക്കും. Sometimes the things of this world, this 20th century, we are more cares than earlier period. ഈ 20ാം നൂറ്റാണ്ടിൽ മുൻകാലങ്ങളെക്കാൾ അധികം ഉപജീവന ചിന്ത മനുഷ്യർക്കുണ്ട്. In the past, we just go to the boutique and buy your rice, and that's all. You never think of the price. കഴിഞ്ഞ കാലത്ത് നമുക്ക് അരി വേണമെങ്കിൽ ഒരു കടയിൽ പോയി അരി ചോദിക്കുക, വാങ്ങിക്കുക, അവർ പറയുന്നത് കൊടുക്കുക, അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും ഭാരപ്പെടാനില്ല. But today, in a world where everything is rationed and controlled, എന്നാൽ ഈ തൽക്കാലത്തെ നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും റേഷൻ ഉണ്ട്. കാർഡ് വാങ്ങിക്കണം, പതിച്ചിട്ട് പിന്നെ വേണം പോയി വാങ്ങിക്കാൻ. So all these problems and difficulties make you far more materially or earthly minded than other periods of life. ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ട് മുൻകാലങ്ങളെക്കാൾ ഭൗമികമായ ഉപജീവനത്തിൽ നമുക്ക് വർദ്ധിച്ചു വരികയാണ്. Till at last you have no time for meditation, no time for prayer, no time for attending even a meeting. അതുകൊണ്ട് എന്ത് വരുന്നു? നമുക്ക് പ്രാർത്ഥിക്കാൻ സമയം പോരാ, വായിക്കാൻ സമയം പോരാ, യോഗത്തിന് പോകാൻ സമയമില്ല, ഇങ്ങനെയൊക്കെ എല്ലാം വരുന്നു. And finally the devil gets an important place in your life. ആയാൽ അവസാനമായിട്ട് പിശാച് നിങ്ങളുടെ ഒരു മുഖ്യ സ്ഥാനം പിടിക്കുകയും ചെയ്യും. These are not necessarily sinful things. ഇവയെല്ലാം പാപകരമെന്ന് തോന്നുന്നില്ല. They are always legitimate and necessary in life. അത് ജീവിതത്തിന്റെ ഏറ്റവും അത്യാവശ്യകരമായ കാര്യങ്ങളാണ്. Nevertheless, if we give these things the first hand of prominence in our life, well, God gets the back or the secondary place. എങ്കിലും ഈ കാര്യങ്ങൾക്കെല്ലാം ഭൗമികമായ കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ ദൈവം രണ്ടാം സ്ഥാനത്ത് പോകേണ്ടതായിട്ട് വരും. What is God desire regarding us? ദൈവം നിങ്ങളെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന എന്താണ്? God has given you the power to conquer. നിങ്ങൾ ജയിക്കുമാറ് ദൈവം നിങ്ങൾക്ക് ശക്തി തന്നിരിക്കുന്നു. He says He is going to fight the enemies for you. He is going to fight. നിനക്ക് വേണ്ടി അനാക്യരോട് അവൻ യുദ്ധം ചെയ്യുന്നവൻ പറയുന്നു. The Lord is going to fight. കർത്താവ് തന്നെ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു. One of you is going to chase 1,000. നിങ്ങൾ ഒരുവൻ 1000 പേരെ ഓടിക്കും. But what is the problem? എന്നാൽ പ്രശ്നം എന്താണ്? You are grumbling that God is always giving you 1,000 to fight with. 1000 യുദ്ധം ചെയ്യാൻ ഇടയാകുന്നല്ലോ, അങ്ങനെ ഒരു ഭാരമാണല്ലോ എനിക്ക് വെച്ചിരിക്കുന്നത് പറഞ്ഞ് ദൈവത്തോട് പിറുപിറുക്കുകയാണ്. I've been fighting them for the last 40 years. 40 വർഷങ്ങളായിട്ട് ഇത് തന്നെ എനിക്ക് വേല നെട്ടുകയും. Now should I do the same thing again when I'm old? എനിക്ക് വയസ്സായല്ലോ, ഇപ്പോൾ വീണ്ടും അതേ യുദ്ധമാണ് ചെയ്യുന്നത്. Is that the same path for me? Isn't there no rest for me? മുമ്പ് പോയ അതേ വഴിയിൽ കൂടെയാണ് ഞാൻ പോകേണ്ടത്. എനിക്കൊരു വിശ്രമമില്ലേ? Have I got to even fight today? ഇന്നും വേണം ഞാൻ യുദ്ധം ചെയ്യണോ? Dear friends, that is exactly so. എന്നാൽ അത് അങ്ങനെ തന്നെയാണ്. If you want to chase 1,000, He always brings enemies to you. നിങ്ങൾ 1000 ഓടിക്കുന്നവനായി തീരണമെങ്കിൽ അനാക്കിരെ പോലെ മലന്മാരെ നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. That is God's plan. അതാണ് ദൈവത്തിന്റെ പ്ലാൻ. You have no retirement until you die. നിങ്ങൾ മരിക്കും വരെയും നിങ്ങൾക്ക് റിട്ടയർ ചെയ്യുന്നില്ല. That is, St. Paul says, till the last moment he says, I fought the fight.
പരിശുദ്ധ പൗലോസ് തന്റെ അവസാന മണിക്കൂറിലും പറയുന്നു, ഞാൻ നല്ല യുദ്ധം ചെയ്തു, നല്ല So he had battled till the very last moment, till he took his last breath. അവൻ നമ്മുടെ അവസാന മണിക്കൂർ വരെ നല്ല പോരാട്ടം കഴിക്കുകയായിരുന്നു. So don't think that people who are so-called seniors and old people, they are going to have an easy time, and that is God's plan for them. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത്, ഞങ്ങൾ എത്രയോ വർഷത്തെ വിശ്വാസികളാണ്, അനേക വർഷത്തെ അനുഭവം ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് ഇനിയും ഞങ്ങൾ റിട്ടയർ ചെയ്യാൻ പോവാണെന്ന് പറയരുത്. God has God's iniquities for you, and it's through you He is going to reveal His power. അനേക അനാഗ്യർ നിങ്ങളുടെ മുൻപാകുണ്ട്, നിങ്ങൾ കൂടെയാകുന്നു ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്തി അവരെ തോൽപ്പിക്കുന്നത്. So possess your possessions. That's all He tells you. ആകയാൽ നിങ്ങളുടെ അവകാശങ്ങളെ നിങ്ങൾ പിടിച്ചെടുക്കുക. It is already promised for you. അത് നിങ്ങൾക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തതാണ്. Be active. ആകയാൽ അതിനുവേണ്ടി പ്രവർത്തിക്കുക, Launch out to the deep. ആഴത്തിലേക്ക് പോവുക. Don't be lazy. ആകയാൽ Lazy is ഉപേക്ഷ വിചാരിക്കരുത്, അലസരായിരിക്കരുത്. return to in Luke 19:20. ലൂക്കോസിന് സുവിശേഷം 19 അധ്യായം 20 വാക്യം. മറ്റൊരുവൻ വന്ന്, കർത്താവേ, ഇതാ നിന്റെ റാത്തൽ, ഞാൻ അത് ഒരു ഉറുമാലിൽ കെട്ടിവെച്ചിരിക്കുന്നു. നീ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. Now here we read that this lazy fellow, he wrapped it in his handkerchief. In the Greek it means the handkerchief by which you wipe your sweat. ഈ അലസനായ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ തനിക്കൊടുത്തിരുന്ന താലന്ത് അവന്റെ ഉറുമാലിൽ കെട്ടിവെച്ചു. ഉറുമാൽ എന്ന് പറയുന്നത് തുവാല എന്ന് പറയുന്ന മുഖം നടക്കാനുള്ള സാധനമാണ്. That means he was not prepared to sweat. അതിന്റെ അർത്ഥം അവൻ വിയർക്കുന്നതിന് ഇഷ്ടമില്ലാത്തവനായിരുന്നു എന്നാണ്. So he wrapped up his talents. ആകയാൽ അവന്റെ താലന്ത് അവൻ കെട്ടിവെച്ചു. What happened? He lost the kingdom. He ആകയാൽ lost his pound and he lost his kingdom. ആകയാൽ എന്ത് സംഭവിച്ചു? അവന് കിട്ടിയിരിക്കുന്ന താലന്തും നഷ്ടപ്പെടുത്തി, അവൻ രാജ്യവും നഷ്ടപ്പെട്ടു. He was thrown into outer darkness. അവൻ വെളിയിലുള്ള അന്ധകാരത്തിൽ തള്ളപ്പെട്ടു. So dear friends, in your old age, don't try to bury your talent or to wrap it up in your handkerchief. ആകയാൽ നമ്മുടെ വാർദ്ധക്യകാലത്ത് നമ്മുടെ താലന്തുകളെ കുഴിച്ചു വയ്ക്കുകയോ തുവാലകളിൽ കെട്ടിവയ്ക്കുകയോ ചെയ്യരുത്. Don't say, I can't go through this inconvenience anymore. ഈ അസുഖങ്ങൾ കൂടെ എല്ലാം എനിക്ക് ഇനിമേൽ പോകാൻ വയ്യ എന്ന് പറയരുത്. I can't take this nuisance anymore. ഈ പ്രതികൂലങ്ങളെ എനിക്ക് നീ വഹിക്കാൻ വയ്യ എന്ന് പറയരുത്. I can't face any barriers anymore. ഇനി ഒരു തടസ്സങ്ങളോടും കൂടി എനിക്ക് നിൽപ്പാൻ ജീവിക്കാൻ കഴിയില്ലെന്ന് പറയരുത്. I am going to seek the life of least resistance. ഇനിയും എതിർക്കാത്ത ഒരു ജീവിതമാണ് എനിക്ക് വേണ്ടത് എന്നാണ് I am going to make to a corner, mind my own business. ഞാനൊരു മൂലയിൽ ഇരുന്നുകൊണ്ട് എന്റെ സ്വന്തം കാര്യം നോക്കാൻ പോകാമെന്ന് That പറയരുത്. is wrong. അത് തെറ്റാണ്. God has a work for you. ദൈവം നിങ്ങളെ കുറിച്ച് ഒരു കാര്യം ഉദ്ദേശിക്കുന്നു. He has a kingdom for you. നിങ്ങൾക്ക് രാജ്യവും He has വെച്ചിരിക്കുന്നു. got a use for you. നിങ്ങളെ കൊണ്ടൊരു ആവശ്യമാണ്. He's going to drive out any comes through you. നിങ്ങളിൽ കൂടെ അവൻ അനാഗ്യരെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. But if you are going to be inactive, He cannot fulfill that plan. You are God's unfulfilled purpose. എന്നാൽ നിങ്ങൾ ഉത്സുകരായിരിക്കുന്നില്ല എങ്കിൽ ആ പ്രവർത്തനം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ ദൈവത്തിന് സാധിക്കുകയില്ല. God is unable to fulfill His plan regarding your life. നമ്മെ സംബന്ധിച്ച ദൈവത്തിന്റെ തിരിഹിതം നിറവേറ്റുവാനും സാധിക്കുകയില്ല. Many people are fully energetic when they start, but after some time they get into this routine way of doing things, not in time business. അനേകരും തങ്ങൾ ജീവിതത്തെ ആരംഭിക്കുമ്പോൾ വളരെ ഉത്സാഹത്തോടുകൂടി ആരംഭിക്കുന്നു. പിന്നീട് കുറെ കഴിയുമ്പോൾ വെറും അലസരായി തീരുന്നു. They just want to mark time. എങ്ങനെയെങ്കിലും കാലം Just carry on, that's all. No question of fighting anymore. ഇനിമേൽ യുദ്ധം ചെയ്യുകയല്ല, കാലം പോക്കുക. But dear friends, this battle is not fought by physical powers but spiritual powers. ഈ യുദ്ധങ്ങളെല്ലാം ജഡിക ബാഹ്യമായ ശക്തികൾ കൊണ്ടല്ല, പിന്നെ ആത്മീയ ശക്തികൾ കൊണ്ട് ജയിക്കേണ്ടതാണ്. Although your outward and perishous, your inner man is renewed day by day. നിങ്ങളുടെ പ്രാകൃത മനുഷ്യൻ നാൾക്കുനാൾ ദ്രവിച്ചു പോയിരുന്നാലും അകത്തെ മനുഷ്യൻ പുഷ്ടിപ്പെട്ടുകൊണ്ട് വരുന്നു. God can do wonders through you. നിങ്ങളിൽ കൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് സാധിക്കും. You may not be able to get out of your home. നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് വെളിയിൽ പോകുന്നത് നിങ്ങൾക്ക് സാധിക്കാതിരുന്നേക്കാം. You may be sometimes confined to your bed. നിങ്ങളുടെ കിടക്കയിൽ കിടക്കേണ്ടതായി വന്നു പോയേക്കാം. Nevertheless, God can use you mightily. എങ്കിലും അവിടെയും നിങ്ങളെ ശക്തിയായി ഉപയോഗിക്കാൻ ദൈവത്തിന് സാധിക്കും. Today we know in the modern world you can attend
from the earth to the very moon itself. ഈ താൽക്കാലിക ലോകത്തിൽ ഈ ഭൂമിയിൽ നിന്ന് ആളുകളെ ചന്ദ്രൻ വരെയും അയക്കുന്നതിന് അവർക്ക് സാധിക്കുന്നു. The same manner, God can work from where you are to any part of the continent, or the world. ആകയാൽ നിങ്ങൾ എവിടെ ഇരുന്നിരുന്നാലും ഏത് ദേശത്തേക്കും വേണമെങ്കിൽ നിങ്ങളെ അയച്ച് പ്രവർത്തിക്കാൻ ദൈവത്തിന് സാധിക്കും. God is really working everywhere. ദൈവം എല്ലായിടത്തും പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുകയാണ്. I'm glad that you are praying for the work in the West. പാശ്ചാത്യ ദേശത്തെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഞാൻ വളരെ സന്തോഷിക്കുന്നു. We had a convention in Newark recently. ന്യൂയോർക്ക് എന്ന് പറയുന്ന Pastor C.H. Joseph is. ഇംഗ്ലണ്ടിലുള്ള നമ്മുടെ വേലയിൽ അവിടെ ആ വേല സ്ഥലത്ത് ഒരു കൺവെൻഷൻ നമുക്കുണ്ടായിരുന്നു. അവിടെയാണ് പാസ്റ്റർ C.H. ജോസഫ് പ്രവർത്തിക്കുന്നത്. We had a tent meeting. അവിടെ ഒരു കൂടാരം അടിച്ചാണ് യോഗം നടത്തിയത്. It was in a park. അത് ഒരു മൈതാന സ്ഥലത്ത്. It was crowded with teenagers and those called Beatles. ധാരാളം Long hair. യുവാക്കന്മാരും ബീറ്റിൽസ് എന്ന് പറയുന്ന ചീവീടുകൾ എന്ന് പറയുന്ന മനുഷ്യരും ഉണ്ടായിരുന്നു. They joined in the choruses, clapping and singing. അവരുടെ ചീവീട് പേരുണ്ടായത് തന്നെ അവരുടെ പാട്ട് ചീവീടിന്റെ ചിലപ്പ് പോലെയാണ്. അത് അവിടെയും നടത്തി. No, they sang, joined our chorus. ഞങ്ങളുടെ കോറസ് ഞങ്ങൾ പാടുമ്പോൾ അവരും ചേർന്ന് പാടും. They clapped hands and all. They seemed to be enjoying it. അവര് കൈ അടിച്ച് നമ്മുടെ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു പാടി. But in the meantime, they were up to some mischief also. അതേ സമയത്ത് തന്നെ കുശലതയും ആരംഭിച്ചു. They were trying to bring down the tent, untying the ropes. അതേ സമയത്ത് ഞങ്ങളുടെ കൂടാരെല്ലാം അഴിച്ചുകൊണ്ട് വന്ന് നോക്കി. So we had to be always watchful. അയാൾ വളരെ സൂക്ഷിക്കേണ്ടി വന്നു. When the altar call was given, there was a boy who was blind in one eye, one of them. തങ്ങളുടെ ഹൃദയം കർത്താവിന് കൊടുക്കുന്നതിന് വല്ലവരും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരിൽ ഒരു കണ്ണ് നഷ്ടപ്പെട്ട ഒരു കുട്ടി മുൻപോട്ട് വന്നു. He came for healing. അവൻ രോഗസൗഖ്യത്തിന് കൊണ്ടുവന്നു. Then and there the Lord healed him. അവനെ അപ്പോൾ തന്നെ സൗഖ്യമാക്കി. He was able to see the lights with the eye and read and so on. With that particular eye that is blind. ആ കാഴ്ചയില്ലായിരുന്ന കണ്ണുകൊണ്ട് വെളിച്ചം കാണുന്നതിനും എഴുതിയിരുന്ന എഴുത്തുകൾ വായിക്കുന്നതിനും അവൻ സാധിച്ചു. So that spoke to these others. അത് കണ്ടപ്പോൾ മറ്റുള്ളവരോടും ദൈവം സംസാരിച്ചു. They began to subdue all their mischievous motives. അതുകൊണ്ട് കുശലതകളെല്ലാം നിർത്തിവെച്ചു അവര്. And then they came forward. അവർ മുൻപോട്ട് വന്നു. 4 of their leaders with their long hairs came forward, അവർ deciding to give up their drug habits and their smoking. അവരുടെ പ്രധാനികളായ 4 പേര് മുൻപോട്ട് വന്നിട്ട് അവരുടെ ആ നീണ്ട തലമുടിയെല്ലാം വെട്ടുന്നതിന് സമ്മതിച്ചു. Drug addicts. തലമുടിയെ പറ്റി പറയുന്നു. അതൊന്നുമല്ല. They decided to give up their drug. They take drugs. അവര് ലഹരി ഉപയോഗിക്കുന്നത് വിട്ടുകളയാമെന്ന് തീരുമാനിച്ചു. And they are smoking. സിഗരറ്റ് കുടിക്കുന്നതും. And they came to the faith home soon after the meeting. അവര് ഫെയ്ത്ത് ഹോമിൽ വന്നു യോഗത്തിന് ശേഷം. And they started attending the young people's and children's meetings. അവിടെ കുട്ടികൾക്കായിട്ടും യുവതിയാക്കന്മാർക്കായിട്ടുള്ള യോഗങ്ങൾ ഉണ്ടായിരുന്നതിൽ അവർ സംബന്ധിച്ചു. The Lord healed all the sick people there. അവിടെ വന്ന രോഗികളെല്ലാം കർത്താവ് സൗഖ്യമാക്കി. And it was one of the successful conventions they've ever had. അവിടെ നടന്ന എല്ലാ കൺവെൻഷനുകളിലും അതിവിശേഷപ്പെട്ട കൺവെൻഷൻ ആയിരുന്നു അത്. Then we also had conventions in France. ഫ്രാൻസിലും കൺവെൻഷൻ ഉണ്ടായിരുന്നു. Place called Longwy. ലോങ്വി എന്ന് പറയുന്ന സ്ഥലത്തൊന്ന്. God, there's a set of young people who are really energetic there. അവിടെ വളരെ ആത്മീയ താല്പര്യമുള്ള ചില യുവാക്കളുണ്ട്. You know, in France, they are not allowed to have open air meetings. ഫ്രാൻസിൽ പരസ്യയോഗങ്ങൾ നടത്തിക്കൂടാ, നിങ്ങൾക്ക് അറിയാമോ അറിഞ്ഞുകൂടാ. But anyway, they managed to get permission to hold open air meeting there in the heart of the town. ഈ ലോങ്വി എന്ന് പറയുന്ന പട്ടണത്തിന്റെ നടുവിൽ തന്നെ പരസ്യയോഗം നടത്തക്കൊണ്ട് അനുവാദം ലഭിച്ചു. So after the open air, they brought the whole crowd into the meeting, to the town hall where we had our meeting. പരസ്യയോഗത്തിന് ശേഷം അവിടെ കൂടിയിരുന്ന ഈ യുവാക്കളെ എല്ലാവരെയും ടൗൺ ഹാളിൽ നമ്മൾ നടത്തി യോഗത്തിന് ക്ഷണിച്ചു. Every meeting it was overflowing. That is, all the chairs were full and there was a standing crowd. ടൗൺ ഹാളിലുള്ള എല്ലാ കസേരകളും നിറയെ ആളുകൾ വന്നിരുന്നു. അത് കൂടാതെ വെളിയിൽ നിൽക്കേണ്ടി വന്നു.
And the great thing is, those who came from the open air came forward for prayer, for surrendering themselves to Christ. ഇങ്ങനെ പരസ്യയോഗത്തിന് സംബന്ധിച്ച യുവാക്കൾ മുൻപോട്ട് വന്ന് ഞങ്ങളുടെ ഹൃദയം കൊടുക്കുകയും ചെയ്തു. And some of them obeyed in baptism too. ചിലരെല്ലാം സ്നാനം എടുക്കുകയും ചെയ്തു. So the Lord is doing a great work there. അങ്ങനെ അവിടെ ദൈവം ഒരു വലിയ വേല ചെയ്യാണ്. Although our hall is not sufficient for the crowd, അവിടെ വരുന്ന ആ ജനത്തിന് നമ്മുടെ ഹോൾ മതിയായതല്ല എങ്കിലും God is yet working. ദൈവം പിന്നെയും പ്രവർത്തിച്ചു. Pastor Ernest was there. Pastor S.B. Ernest. S.B. Ernest എന്ന് പറയുന്ന പാസ്റ്ററാണ് അവിടെ At ഇരുന്നത്. the moment he is here in Ceylon. തൽക്കാലത്തേക്ക് അദ്ദേഹം ഇങ്ങോട്ട് സിലോണിലേക്ക് And വന്നിട്ടുണ്ട്. Pastor Harry has just gone to relieve him until he returns. പാസ്റ്റർ ഹാരി ഇപ്പോ തൽക്കാലത്തേക്ക് അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഈ ആൾ ചെല്ലും വരെ പാസ്റ്റർ ചെല്ലുന്ന വരെ. Pastor S.B. Ernest managed to get a 3-month visa to work in Ceylon, and he is at Ceylon at the moment. 3 മാസം സിലോണിൽ പ്രവർത്തിക്കത്തക്കവണ്ണം വീസ അദ്ദേഹത്തിന് കിട്ടി. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അദ്ദേഹം സിലോണിൽ ഇരിക്കുകയാണ്. And we had meetings in Paris too. പാരീസ് പട്ടണത്തിലും നമുക്ക് യോഗങ്ങളുണ്ടായിരുന്നു. God healed and saved and baptized people with the Holy Spirit. ദൈവം രോഗികളെ സൗഖ്യമാക്കുകയും അനേക സ്നാനമേൽക്കുകയും പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കുകയും ഒക്കെ ചെയ്തു. Last day we had a good crowd. There was not enough chairs. We had to borrow chairs from the hall. അവസാന ദിവസത്തിൽ അത്ര അധികം ജനം വന്നതുകൊണ്ട് കസേരകൾ മതിയായില്ല. കസേരകൾ പിന്നീട് എടുക്കേണ്ടതായിട്ട് വന്നു. It was in a public hall there. അവിടെയുള്ള പബ്ലിക് ഹാളിലായിരുന്നു നടത്തിയത്. Well, the work in France is very responsive. ഫ്രാൻസിലെ ജനം സുവിശേഷത്തിന് അനുസരിക്കുന്ന മനുഷ്യരാണ്. Because they are raw material, just Catholics. അവർക്ക് ഏതൊന്നും അറിഞ്ഞുകൂടാ. അവർ വെറും കത്തോലിക്കരാണ്. And they are willing to accept the gospel. ആകയാൽ സുവിശേഷം കേൾക്കുമ്പോൾ അംഗീകരിക്കാൻ ഒരുക്കമാണ്. We had meetings in America also. അമേരിക്കയിലും യോഗങ്ങൾ നടത്തി. In Washington there is Sister Marjorie and Florence Abeyvarden, another brother. വാഷിംഗ്ടണിൽ ഒരു വിശ്വാസ വീടുണ്ട്. അവിടെ സിസ്റ്റർ മാർജറിയും ഫ്ലോറൻസ് അഭിവർദ്ധനയും വേറെ ഒരു സഹോദരനും ഉണ്ട്. We had meetings in the YMCA there. അവിടുത്തെ YMCAയിലാണ് യോഗം നടത്തിയത്. The Lord brought many souls and healed everyone who came forward. അനേക ആത്മാക്കളെ കൊണ്ടുവരികയും ഇവിടെ വന്ന രോഗികളെല്ലാം സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. I heard that they are attending the meetings now. ഇപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം യോഗത്തിന് സംബന്ധിക്കുന്നുവെന്നും കേൾക്കുന്നു. We had meetings in Richmond also. റിച്ച്മണ്ട് എന്ന സ്ഥലത്ത് നമുക്കൊരു വിശ്വാസികളുണ്ട്. അവിടെ യോഗം. Florence Anbu is there. സിസ്റ്റർ ഫ്ലോറൻസ് അൻബു ആണ് അവിടെ And ഇരിക്കുന്നത്. Sister Rose was in Ceylon. സിലോണിലിരുന്ന ഇംഗ്ലീഷുകാരി സിസ്റ്റർ റോസും അവിടെയുണ്ട്. And also we have another brother who was come out of the ministry, a Jewish brother, electrical engineer. ഒരിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്ന ഒരു യഹൂദൻ രക്ഷിക്കപ്പെട്ട് അദ്ദേഹവും സുവിശേഷം ചെയ്യുന്നുണ്ട്. One thing happened there was a lawyer from Nepal who was staying in that place where we were holding the meeting, the YMCA. YMCA യോഗം നടത്തുന്ന സ്ഥലത്ത് നീപ്പോളിൽ നിന്ന് വന്നിരുന്ന ഒരു വക്കീലുണ്ടായിരുന്നു. He had just finished his master's degree at, I think, Yale University, and he was returning, and he just spent a few days there. യേൽ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ബിരുദെടുത്തിട്ട് നാട്ടിലേക്ക് പോകുന്ന സമയമായിരുന്നു. ആ സമയത്ത് അവിടേക്ക് വന്നു. So the Lord spoke to him, and he came forward and offered himself to the Lord. ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം തന്റെ ഹൃദയം കർത്താവിന് കൊടുത്തു. And then he came to the faith home also and he joined in our prayers. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പറ്റി സംബന്ധിച്ചു ഫെയ്ത്ത് ഹോമില്. And he told how no conversions are permitted in his state, in Nepal. നീപ്പോൾ എന്ന് പറയുന്ന ആ ദേശത്ത് മാനസാന്തരം അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നത് അനുവദിക്കപ്പെടുന്നില്ല എന്ന്. Yes, because they're all Hindus and Buddhists there. നീപ്പോളുള്ളവരെല്ലാം ബുദ്ധമതക്കാരും ഹിന്ദുക്കളുമാണ്. Because he came there, the Lord opened the way for him to get converted. അയാൾ അമേരിക്കയിൽ വന്നതുകൊണ്ട് നമ്മുടെ യോഗത്തിന് സംബന്ധിച്ചതുകൊണ്ടും അയാൾ രക്ഷിക്കപ്പെടുന്നതിന് ദൈവം ഒരു വഴി തുറന്നു കൊടുത്തു. He's working in the legal department in Nepal and he's going back soon. നീപ്പോളില് അദ്ദേഹം he's working in നിയമം സംബന്ധിച്ച വകുപ്പിൽ ഉദ്യോഗം ചെയ്യുകയാണ്. So he has invited us to come to his home. തന്റെ വീട്ടിലേക്ക് വരുന്നതിന് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. And there were several other foreigners also who got converted, who gave themselves to the Lord there. വിദേശീയരായി അവിടെ താമസിക്കുന്ന വേറെയും ചിലർ രക്ഷിക്കപ്പെട്ടു തങ്ങളുടെ കർത്താവിന് വേണ്ടി ഞങ്ങൾ ഹൃദയം കൊടുത്തിട്ടുണ്ട്. At the moment, Brother Don Spears is in New York City.
ഇപ്പോൾ ബ്രദർ ഡോൺസ് പയസ് എന്ന് പറയുന്ന സഹോദരൻ ന്യൂയോർക്ക് പട്ടണത്തിൽ ഒരു വേല ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ സഹോദരൻ. Yes, so pray for him too. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. The Lord might raise up workers to help him. അദ്ദേഹത്തിന് സഹായത്തിനായിട്ട് പറ്റിയ വേലക്കാരെ എഴുന്നേൽക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. They've also opened up a station in York. That is in England. ഇംഗ്ലണ്ടിൽ യോർക്ക് എന്ന് പറയുന്ന സ്ഥലത്തിന് ഇപ്പോൾ വാതിൽ തുറന്നിട്ടുണ്ട്. So the work is progressing on the whole. പൊതുവെ വേല വർദ്ധിച്ചു വരികയാണ്. Nevertheless, we have to be humble and then God will do greater things for us. എങ്കിലും നമ്മൾ ഇനിയും അധികം നമ്മെ താഴ്ത്തി കൊടുത്താൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. And remember them who are struggling alone. തനിയെ ഇങ്ങനെ പോരാടിക്കൊണ്ട് ജീവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Because they have to go hundreds of miles to meet another brother sometimes. ഒരു സഹോദരൻ വേറൊരു സഹോദരനെ സന്ധിക്കണമെങ്കിൽ അനേകം നൂറ്റുകണക്കായ മൈലുകൾ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. But nevertheless, it's our prayers that is holding them up. എങ്കിലും നമ്മുടെ പ്രാർത്ഥന മൂലം അവർ സൂക്ഷിക്കപ്പെടുന്നു. So may the Lord grant us this new year to possess all our possessions. The promises of God are ours and we have got to take it by faith and the Lord will do the rest. ഈ പുതുവർഷത്തിൽ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സകല അവകാശങ്ങളെയും പിടിച്ചെടുക്കുന്നതിന് ദൈവം നമുക്ക് സഹായിക്കട്ടെ. Don't relax at all. ആകയാൽ ഉപേക്ഷ വിചാരിക്കരുത്. Don't yield or tolerate anything that is of the devil. പിശാചിൽ നിന്നുള്ളത് അന്യമായതിനൊന്നും നമ്മൾ വഴങ്ങിക്കൊടുക്കരുത്. You must resist the devil, the Bible says, and he shall flee from you. വേദപുസ്തകം പറയുന്നു നിങ്ങൾ പിശാചിനോട് എതിർക്കണം, അപ്പോൾ അവൻ ഓടിപ്പോകുമെന്ന്. So don't give up the resisting attitude. ആകയാൽ എതിർപ്പിന്റെ ആത്മാവ് വിട്ടുകളയരുത്. And possess your possessions and be dominating spiritually wherever you are. നിങ്ങളുടെ അവകാശങ്ങളെ അവകാശപ്പെടുത്തിക്കൊള്ളുക. നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങൾ മറ്റ് ശക്തികളെ കീഴടക്കി ജീവിക്കുന്നവരായിരിക്കണം.